കടപ്പനക്കൽ തറവാടിന്റെ ഗേറ്റ് ഒരിക്കലും അടച്ചിടാറില്ല. വാതിൽക്കൽ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യാൻ കാവൽക്കാരില്ല. പാണക്കാട്ട് പ്രശ്നങ്ങളും പരാതികളുമായി ചെല്ലുന്നവർക്ക് ചെവി തരാൻ അവിടെ എപ്പോഴും ആളുണ്ടാവും. സമയാസമയം ആഹാരം ലഭിക്കും. മതപരമായോ രാഷ്ട്രീയമായോ വേർതിരിവുകളില്ല. വരുന്നവർക്ക് ഒരു തരത്തിലുമുള്ള വലിപ്പ ചെറുപ്പങ്ങളുമില്ല. ആകാശവാണി കോഴിക്കോട്. വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റും മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ജനാബ് PMSA പൂക്കോയത്തങ്ങൾ അന്തരിച്ചു. ജനാസ നാളെ പാണക്കാട് പള്ളി ഖബർസ്ഥാനിൽ മറവ് ചെയ്യുമെന്ന് കുടുംബവൃത്തങ്ങൾ അറിയിച്ചു. ബഹുമാനപ്പെട്ട PMSA പൂക്കോയത്തങ്ങൾ ജനങ്ങളിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതൊരു ഹിസ്റ്ററിയാണ്. ബ്രിട്ടീഷുകാരന്റെ ഹുക്കും, അതായത് ഭരണം ഇവിടെ മാത്രം നടപ്പിലായിട്ടില്ല എന്നാണ് ആളുകൾ പറയുക. കാരണം ആര് ഭരിച്ചാലും ശരി ഇവിടെ തങ്ങൾ പറഞ്ഞതേ നടക്കുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയായിരുന്നു. വെടിയുണ്ട കൊണ്ട് നേരിടാമെന്ന് പറഞ്ഞാലും ശരി, ബഹുമാനായ പാണക്കാട് പൂക്കോയത്തങ്ങൾ ഒരു സ്റ്റാൻഡ് എടുത്താൽ ബ്രിട്ടീഷുകാർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനാണല്ലോ അദ്ദേഹത്തെ അന്ന് അറസ്റ്റ് ചെയ്യുക വരെ ചെയ്തത്. അപ്പൊ അത്തരത്തിൽ വലിയൊരു പിതാവിന്റെ പുത്രനാണ് ബഹുമാനായ ശിഹാബ് തങ്ങൾ. മഹാമനസ്കര വിരഹം നാട്ടിൽ അനന്ത ദുഃഖം പാടുകയായി. മഹിതല പൂങ്കാവനം പാണക്കാട്ടിലെ ദീപം പൊലിഞ്ഞു പോയി. മഹൽകുതത്തിൻ പൂന്തണൽ ചെയ്ത് മനോജ്ഞ പുഷ്പം കൊഴിഞ്ഞുപോയി. സഹോദരൈക്യത്തിൻ്റെ ഒരു പുണ്യ സഹായ ഹസ്തം മറഞ്ഞുപോയി. സമർത്ഥനായൊരു സമുദായത്തിൻ സേവനതാരം മറഞ്ഞുപോയി. പൂക്കോയ തങ്ങളുടെ മരണാനന്തരം അനാഥമായ സമുദായത്തെ നയിക്കുവാനായി ശിഹാബ് തങ്ങളെ CH മുഹമ്മദ് കോയ സാഹിബും BV അബ്ദുള്ള കോയ സാഹിബും നിർബന്ധിച്ചു. മുസ്ലിം ലീഗിന്റെ അമരത്ത് അവരോധിതനായ ശിഹാബ് തങ്ങളെ കാത്തിരുന്നത് പൂക്കൾ വിതറിയ വഴികളായിരുന്നില്ല. ശിഹാബ് തങ്ങളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു പാരമ്പര്യത്തിന്റെ കണ്ണിയാണ് എല്ലാ അർത്ഥത്തിലും. അത് എല്ലാവർക്കും അറിയാം. ചരിത്ര പുരുഷനാണ്. പരമ്പരാഗതമായി വലിയ സ്ഥാനങ്ങളിലിരുന്ന ബഹുമാന്യരായ തങ്ങൾ കുടുംബത്തിലെ ഒരു കണ്ണിയാണ്. ഇവര് ബഹുമാനപ്പെട്ട തങ്ങന്മാരെ ജനങ്ങൾ ബഹുമാനിക്കാൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ അത് വളരെയധികം കാരണ സഹിതമാണ്, അല്ലാതെയല്ല. കാരണം ഇവിടെ മുഴുവൻ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ജീവിച്ചിരുന്ന ഒരു കാലത്ത് പുറത്തുനിന്ന് വരികയും അവരുടെ ഇടയിൽ ഒരുമാതിരി മിഷണറി പ്രവർത്തനം തന്നെ. കാരണം അവരെ മതപരമായ വിജ്ഞാനവും ഭൗതിക വിജ്ഞാനവും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്തവരാണ് തങ്ങന്മാർ. അപ്പൊ അത്തരം ഒരു മിഷനറി പ്രവർത്തനം എന്ന് നമ്മൾ ഇവിടെ എല്ലാവർക്കും സുപരിചിതമായ അർത്ഥത്തിൽ ഇവരെക്കുറിച്ച് പറയുന്നില്ല എങ്കിലും ജനങ്ങൾ ബഹുമാനിക്കാൻ തുടങ്ങിയതിന്റെ കാരണം അവര് കാര്യങ്ങൾ അറിയുന്നവരാണ്, വിവരമുള്ളവരാണ്, ലീഡർഷിപ്പ് കൊടുക്കാൻ കഴിവുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെയാണ് ചരിത്രപരമായി പാണക്കാട് കുടുംബത്തിൻ്റെതാവട്ടെ മമ്പുറം തങ്ങളുടേതാവട്ടെ ഓരോന്നും എടുത്ത് നോക്കിയാലും ശരി ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിരുന്നു, ലീഡേഴ്സായിരുന്നു അതാത് കാലഘട്ടത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട ആളുകളായിരുന്നു ഈ പറഞ്ഞ തങ്ങന്മാരൊക്കെ. കുറച്ചങ്ങോട്ട് മാന്തിട്. മണ്ണുണ്ട് കേട്ടിട്ടോ. അവിടെ തന്നെ. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. പ്രസിഡന്റിന് ദുനിയാവിന്റെ കാര്യം നോക്കാനുണ്ട് എമ്പാടും. പിന്നെ ഇവിടെ ദീന്റെ കാര്യം നോക്കാൻ നേരം കിട്ടണേ അല്ലേ കെട്ടറിയേ? പള്ളിന്റെ ഏത് കാര്യത്തിനാ പിന്നെ കിട്ടാതായത്?
4-5 കൊല്ലായ പത്മനാഭന്റെ തെങ്ങ് നമ്മളെ പള്ളിന്റെ മേലേക്ക് ചാഞ്ഞിക്കാൻ തുടങ്ങിയിട്ട്. നമ്മളെ പള്ളി ആണെങ്കിലോ അത് ഓടിട്ടതും. പള്ളി വാർപ്പാക്കാൻ കമ്മിറ്റിന്റെ കയ്യിലുണ്ട് കാശ്. ഒന്നരാടം ഓലയും മടലും വീണിട്ട് ഓട് മുഹിമം പൊട്ടി. ഓടും പട്ടിയെ മാറ്റിയിട്ട് ഞാനാണ് മറിക്കുകയും ചെയ്തു. ആ പറമ്പിൽ ആകെയുള്ള 6 തെങ്ങിൽ വെച്ച് ഏറെ തേങ്ങ കിട്ടുന്നത് ഈ പള്ളിന്റെ മേലേക്ക് ചാഞ്ഞ് തെങ്ങുമെന്നാണല്ലോ. പള്ളിക്കുളത്തിലെ വെള്ളം കുടിച്ച് തടിച്ച് കൊയ്ത്ത തെങ്ങിന്റെ തേങ്ങ ഓനിഞ്ഞിപ്പോ അങ്ങനെ അരച്ച് കൂട്ടണ്ട. തെങ്ങ് ഞാൻ മുറിച്ചു മാറ്റും. അത് വേണോ? നാട്ടിലൊരു കശപശക്ക് ഇടയാകൂലേ? അത് നേരാ. ഇതാപ്പുള്ള കുഴപ്പം, തിന്നൂല തീറ്റിക്കൂല. എന്താ ഇവിടെ ഒരു ബഹളം? എന്താ പ്രശ്നം? അത് മറ്റൊന്നല്ല സമീറെ, നമ്മളെ പള്ളിന്റെ മുകളിൽ ചാഞ്ഞെടുക്കുന്ന തെങ്ങില്ലേ, അതിന്റെ പ്രശ്നം തന്നെ. ഓ അതോ ഉമ്മർക്ക, ഞാൻ ഇവളും തമ്മിൽ 2.5 വർഷം വിവാഹമോചന കേസ്. ഞാനറിയും. സത്യത്തില് നിന്റെ വാപ്പയും നൂർജുന്റെ വാപ്പയും തമ്മിലാണ് പ്രശ്നം. തർക്കം മുറുകിയപ്പോ കേസ് പാണക്കാട്ടിക്ക് വെച്ചിട്ടല്ലേ കഴിച്ചില്ലായത്? എന്റെ വാപ്പയും നൂർജുന്റെ വാപ്പയും ഒരു തരിമ്പം പിടിവാശി വിടില്ല എന്ന് തങ്ങൾക്ക് മനസ്സിലായി. ഒടുക്കം എന്നെ നൂർജുനെ അകത്തേക്ക് വിളിച്ച്. ഉമ്മർക്ക, എന്തത്ര ആലോചിക്കാൻ? കേസ് പാണക്കാട്ടിക്ക് വെക്കി. നേരാണല്ലോ. പത്മനാഭം വരുമോ? വരാതെ പാണക്കാടെന്ന് വിളിച്ച ആരാ ചെല്ലാത്തത്? അതിലൊരു മുന്നണി ഭേദമില്ല പ്രസിഡന്റ്. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല സെക്രട്ടറി, തങ്ങളെന്ത് പറഞ്ഞു? തെങ്ങ് മുറിക്കാനാവും? അല്ല. പിന്നെ പള്ളിന്റെ ഓടൊക്കെ പൊട്ടിക്കോട്ടെന്നോ? പൊട്ടുമ്പോ മാറ്റിട്ടാ മതിയെന്നോ? അതും അല്ല. തെങ്ങ് മുറിച്ചും വേണ്ട, ഓട് മാറ്റും വേണ്ട. സെക്രട്ടറി, ഈ ആളാലാക്കലാക്കണ്ടേ? തങ്ങൾ എന്ത് പറഞ്ഞു തെളിച്ചു പറയും. തങ്ങൾ പാപ്പ പറഞ്ഞ തെങ്ങ് മുറിച്ചോളാന്ന് പത്മനാഭൻ. തങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാന്ന് ഞങ്ങളും. എന്നിട്ട് എന്താകാനാ? ഇരു കൂട്ടരും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോ അൽ ഫാത്തിഹ എന്ന് തങ്ങള് ദുആ കഴിഞ്ഞപ്പോ പത്മനാഭൻ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ്, പത്മനാഭ തെങ്ങൊന്നും മുറിക്കാൻ പോണ്ട, നിസ്കരിക്കണോര് ഓട് മാറ്റി പള്ളി വാർപ്പാക്കിക്കൊണ്ടേ. അതാണ് എന്റെ ശരി. ഞമ്മളെ മുതൽ കേടുവരുത്താണ്ടിരിക്കാനായിട്ട് അന്യന്റെ മുതലല്ല കേടുവരുത്തേണ്ടത്. തങ്ങക്ക് വേക്കൂല. അഹ്ലുൽ ബൈത്താ. ഇനി പള്ളി കോൺക്രീറ്റ് ചെയ്യാൻ ഞങ്ങൾ വണ്ടി പായണം. 1,00,000 റുപ്യ ഞാൻ തരാം. 50,000 ഞാൻ തരാം. അല്ല, ബാവാന്റെ മോൻ ദുബായിലല്ലേ? അപ്പൊ നിങ്ങൾ 50,000 പോരാ. ഓനവിടെ അല്പം ക്ഷീണത്തിലാ. അല്ലെങ്കില് പോട്ടെ. ആദ്യം നമ്മൾ കമ്മിറ്റിക്കാരെ എന്താ ഒപ്പിക്കുന്നു ഉറപ്പിച്ചാ ബാക്കി നമുക്ക് ജനറൽ ബോഡി വിളിച്ചിട്ട് പിരിവെടുത്താലോ? അത് തന്നെ. അങ്ങനെയാണ് 25,000 ഞാൻ. പള്ളി പുതുക്കി പണിയുള്ള പിരിവ് നിർത്തിക്കോളി. എന്താ മീതെ? പത്മനാഭേട്ട തെങ്ങ് മുറിപ്പിച്ചു കഴിഞ്ഞു. നല്ല കാര്യം. സമാധാനമായി. എനിക്കപ്പളേ തോന്നിക്കണ് നമ്മള് മാപ്പിളാർക്കും വേണ്ടിട്ടേ തെങ്ങ് മുറിച്ചാൻ തങ്ങൾ പറയുന്നതാണ് പത്മനാഭനും കൂട്ടരും കരുതിയത്. പക്ഷെ തെങ്ങ് മുറിച്ചണ്ടെന്ന് തങ്ങൾ പറഞ്ഞപ്പം പത്മനാഭനും കൂട്ടരും കുറ്റബോധം കൊണ്ട് തല കുമ്പിട്ട് പോയി. അൽഹംദുലില്ലാ. അങ്ങനെ മല പോലെ വന്നത് മഞ്ഞു പോലെ പോയി. പ്രസ്ഥാനവും സമുദായവും അനുനിമിഷം സംഘർഷഭരിതമായപ്പോഴൊക്കെയും ശിഹാബ് തങ്ങൾ മെയ് വഴക്കമുള്ള കപ്പിത്താനെ പോലെ അതിന്റെ അമരത്ത് തന്നെ നിലകൊണ്ടു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ആ സന്ദർഭത്തിൽ അമ്പലങ്ങൾക്ക് കാവൽ നിൽക്കുവാനും അതുപോലെ തന്നെ മറ്റ് സമുദായങ്ങളുടെ വീട്ടിനും സ്വത്തിനും കാവൽ നിൽക്കുവാനാണ് സഹോദരൻ സയ്യിദ് ശിഹാബ് തങ്ങൾ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ. തിരുമാതാംകുന്ന് ക്ഷേത്രത്തിന്റെ വാതിൽ തകർക്കപ്പെട്ട സംഭവമായിരുന്നു. അന്ന് ഏറ്റവും മുൻപന്തിയിൽ ഏറ്റവും വേഗത്തിൽ അവിടെ എത്തിച്ചേരുകയും ആ വാതിൽ പുനർനിർമ്മാണത്തിന് വേണ്ടി ആദ്യമായി തങ്ങളുടെ കൈകൊണ്ട് കാണിക്ക നൽകുകയും ചെയ്തുകൊണ്ട് ഇവിടെയുള്ള സംഘർഷാവസ്ഥ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വാതിൽ പുനർനിർമ്മാണത്തിന് വേണ്ടി കൂട്ടായ പ്രവർത്തനം കാഴ്ചവെക്കാമെന്ന് പറയുകയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതൊക്കെ കേരളത്തിലെ എല്ലാ സമുദായക്കാരും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കേണ്ടത് ബഹുമാനപ്പെട്ട തങ്ങളുടെ അനുയായികളൊക്കെ തന്നെ അതിനുവേണ്ടി ഇനി നിലകൊള്ളേണ്ടവരാണ്. കേരളത്തിൽ നമുക്ക് ആവശ്യവും ആ മതസൗഹാർദ്ദമാണ്. താനാളൂരിൽ വലിയൊരു സംഭവം നമുക്കറിയാം. താനാളൂരിൽ ക്ഷേത്രം അത് കത്തുന്ന ഒരു സന്ദർഭത്തിൽ ആ പ്രദേശത്തേക്ക് ഓടിച്ചെന്ന് തളിയിൽ എന്ന പോലെ തന്നെ അവിടുത്തെ മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ പ്രധാനികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ആ ക്ഷേത്രം നിർമ്മിക്കാൻ നേതൃത്വം കൊടുത്ത് കമ്മിറ്റി ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട തങ്ങളാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമിതി യോഗം ചേർന്നപ്പോൾ അധ്യക്ഷ സ്ഥാനത്ത് വൈസ് പ്രസിഡന്റായിരുന്ന എൻ്റെ പിതാവ് BV അബ്ദുള്ള കോയായിരുന്നു.
ആ ചടങ്ങിലെ പ്രത്യേകമായി ആസൂത്രണം ചെയ്തിരുന്ന പ്രധാന പ്രാസംഗികൻ CH മുഹമ്മദ് കോയ സാഹിബായിരുന്നു. CH മുഹമ്മദ് കോയ സാഹിബ് അടുത്ത പിൻഗാമിയായി മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന പേര് ഉച്ചരിക്കുമ്പോൾ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഞാൻ തന്നെ അതിനെ പിന്താങ്ങുന്നു എന്നെൻ്റെ പിതാവ് പറഞ്ഞപ്പോൾ അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ ധ്വനികളോടെ ആ യോഗം അത് അംഗീകരിക്കുകയുണ്ടായിരുന്നു. ഈ നിർദ്ദേശം ശിഹാബ് തങ്ങളുടെ മുമ്പിലേക്ക് വെച്ചപ്പോൾ അദ്ദേഹം പൊട്ടിക്കരയാണ് ചെയ്തത്. രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാത്ത എന്നെ ഈ വലിയ തലത്തിലേക്ക് കൊണ്ടുവരുന്നത്, ഒരു വലിയ സമുദായത്തെ നയിക്കാൻ, വലിയ സംഘടനയെ നയിക്കാൻ കൊണ്ടുവരുന്നത് എന്താവും എന്ന ഒരങ്കലാപ്പിലാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോഴാണ് CH മുഹമ്മദ് കോയ സാഹിബും അതുപോലെ എൻ്റെ പിതാവുമെല്ലാം തന്നെ തങ്ങളുടെ പിന്നിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്, തങ്ങളൊന്നും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സസന്തോഷം അംഗീകരിക്കുകയാണുണ്ടായത്. തങ്ങളുടെ ഏറ്റവും വലിയ മികവ് എല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു അപ്പോസ്തലനായി അദ്ദേഹം രംഗത്ത് വന്നു. കോട്ടയത്ത് മലങ്കര ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്ന ക്രിസ്ത്യൻ സഭയുടെ ഒരു വലിയ മെത്രാനല്ല അവരുടെ മേലധ്യക്ഷനായ ബാവ തിരുമേനിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ചൊരു ജൂബിലി പരിപാടി ഉണ്ടായിരുന്നു. കോട്ടയത്ത് നിന്ന് മനോരമയുമായി ബന്ധപ്പെട്ട ഒരാളെന്ന നിലക്ക് എന്നോട് എൻ്റെ ചീഫ് എഡിറ്റർ എങ്ങനെയും തങ്ങളെ ഇതിനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തെരഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ തങ്ങളോടൊപ്പമാണ് ഞാൻ കോട്ടയത്ത് പോയത്. കോട്ടയത്ത് മനോരമ ഗസ്റ്റ് ഹൗസിൽ എത്തിയപ്പോൾ അന്ന് ഗവർണറായിരുന്ന ഡോക്ടർ PC അലക്സാണ്ടറും അവിടെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയിരുന്നു. PC അലക്സാണ്ടറോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ തങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞു, അബു, ഞാനിവിടെ സംസാരിക്കാൻ വന്നിട്ടുള്ള ബാവ തിരുമേനിയെക്കുറിച്ച് എനിക്ക് വലിയ വിവരങ്ങളൊന്നുമില്ല. ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ചായിരിക്കും ഇവർ എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, തങ്ങളൊന്നും ഭയപ്പെടേണ്ട, അദ്ദേഹത്തെക്കുറിച്ചുള്ള അല്പ വിവരങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ചു കൊടുത്തു. കണ്ടപ്പോൾ തങ്ങൾ ആ ഫോട്ടോ മനോഹരമായി നോക്കി ഇരിക്കുന്നവരുടെ ഞാൻ അല്പം സ്വാതന്ത്ര്യമെടുത്ത് പറഞ്ഞു, തങ്ങളെ അദ്ദേഹത്തിൻ്റെ താടി തന്നെ നല്ല ഈമാനുള്ള താടി പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ ആ തമാശയിൽ പങ്കുചേർന്നതിന് ശേഷം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ചൊന്ന് വായിച്ചു നോക്കട്ടെ. അങ്ങനെ വായിച്ചു നോക്കിയ ശേഷം ആ വലിയ സദസ്സിനെ അഭിമുഖീകരിച്ച് തങ്ങൾ പ്രസംഗിച്ച പ്രസംഗം എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലായിരുന്നു. തങ്ങളെന്ന് പറഞ്ഞു, ഹൈന്ദവ പ്രമാണത്തിൽ വസുദേവ കുടുംബകം എന്ന് നമ്മൾ അറിയുന്നു, എല്ലാ മനുഷ്യരും ഒന്നാണെന്ന നില. ഇത് തന്നെയാണ് നമ്മൾ ഏത് മതക്കാരായാലും അംഗീകരിക്കേണ്ട തത്വം. അദ്ദേഹം പറഞ്ഞു, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഉണ്ണുന്നവൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് നമ്മുടെ നബി തിരുമേനി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നിന്നെപ്പോലെ നിന്റെ അയൽവാസിയെയും സ്നേഹിക്കുവായും. ഇവിടെയൊക്കെയും മതക്കാരായിരിക്കണം, എൻ്റെ മതക്കാരായിരിക്കണം നമ്മൾ ഈ പങ്കുവെക്കേണ്ടത് എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ മനുഷ്യരിലും ഓടുന്നത് ഒരേ രക്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൗഹൃദം പാലിക്കണം എന്നൊരു വലിയ സന്ദേശമാണ് തങ്ങൾ അവിടെ നൽകിയത്. ഒരു കൊടുങ്കാറ്റിനും തകർത്തെറിയാനാവാത്ത വിധം കേരള മുസൽമാന്മാരെ സുരക്ഷിതരും ലക്ഷ്യബോധമുള്ളവരുമാണെന്ന വിധത്തിലേക്ക് അദ്ദേഹം തുഴഞ്ഞെത്തിച്ചു. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ മുസൽമാന്മാർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളിൽ കേരള മുസൽമാന്മാരെ വിദ്യാഭ്യാസപരമായും സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലും ഭൌതിക ജീവിത സൌകര്യങ്ങളുടെ ഉന്നതിയിലേക്കും അദ്ദേഹത്തിന്റെ കൂടി നേതൃത്വത്തിൽ വളർത്തിയെടുത്തു. ഇന്ത്യ ബഹുസ്വരതയ്ക്ക് പേരുകേട്ട രാജ്യമാണ്. മതം, സമുദായം, ഭാഷ, സംസ്കാരം എന്നിത്യാദി കാര്യങ്ങളിലൊക്കെ വൈവിധ്യം പുലർത്തുന്ന ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത്
വിവിധങ്ങളായിട്ടുള്ള ജനസഞ്ചയങ്ങൾക്കിടയിൽ, ജനപഥങ്ങൾക്കിടയിൽ സൗഹൃദത്തിന്റെ, ഐക്യത്തിന്റെ ഒരു